നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഇന്ന് വിഷുവാണ്. നിങ്ങൾ ആഗ്രഹിച്ചൊക്കെ നടന്നല്ലോ അല്ലേ? അവൻ എന്നെ അടിക്കാൻ കൈയോങ്ങിയപ്പോ എന്തിനാ നിങ്ങൾ തടയാൻ ശ്രമിച്ചേ? അടിക്കാൻ പറയായിരുന്നില്ലേ? അവൻ, ആ വേലക്കാരൻ സുദേവൻ, എന്റെ മകളുടെ ഭർത്താവിന്റെ ദേഹത്ത് കൈവച്ചു. അതും നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കേ. അവൻ അതിനുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് പത്മന്നല്ല. ഒന്ന് നിർത്തുന്നുണ്ടോ താൻ? നാണമില്ലേ തനിക്ക്? ഈ ഒരു ദിവസം ഇങ്ങനെ ആക്കി തീർത്തതിന് സുദേവന്റെ കുടുംബത്തിന് എന്താ പങ്ക്? പറ. മരുമകന്റെ ദേഹത്ത് തൊട്ടപ്പോ തനിക്ക് പൊള്ളി അല്ലേ? അതേ മരുമകൻ പൂജാമുറി കയറിയതും കാണിച്ചു കൂട്ടിയതൊന്നും താൻ കണ്ടില്ല. അറിഞ്ഞു. അതിന്റെ കാരണം അവൻ പറയുന്നത് ഞാൻ കേട്ടു. അല്ല, അവൻ പറയുന്നത് ശരിയല്ലേ? തൊഴുത്തിൽ പോലും കയറാൻ യോഗ്യതയില്ലാത്ത ആ കുടുംബം ഈ കുടുംബത്തിൽ കിടന്ന് നിരങ്ങുന്നത് അവൻ സഹിക്കണോ? പിന്നെ അവൻ അന്തസ്സുള്ളവനാ. അവരെ പുറത്താക്കാൻ വേണ്ടി അവന് ചെയ്യാനുള്ളതെല്ലാം അവൻ ചെയ്യും. അങ്ങനെ ഞാൻ അതിനെ എടുക്കുന്നുള്ളൂ. പത്മ, കുറച്ചുകൂടി അന്തസ് തന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു. തനിക്ക് ആളുകളോട് ശത്രുത തോന്നുന്നതും ശത്രുക്കളെ വീഴ്ത്താൻ വേണ്ടി താൻ എന്തും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ചീപ്നെസ് പത്മയുടെ ഭാഗത്ത് നിന്ന് പാടില്ലായിരുന്നു. എന്നെ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കല്ലേ. ആ കുടുംബത്തിന്റെ കാര്യത്തില് ഇതല്ല, ഇതിന്റെ അപ്പുറവും ചീപ്പായിട്ട് പത്മ പെരുമാറും. കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക ആ കുടുംബം ഒന്നിച്ച്. എന്റെ വീടിനകത്ത് കയറി എന്നെയും എന്റെ മക്കളെയൊക്കെ മുറികളിൽ അടച്ചിട്ട് അടുക്കളയിലും ഹാളിലും ഒക്കെ നിറങ്ങി ആഘോഷിക്കല്ലേ അവര്. അവളെ വിളിച്ചല്ലോ അവളുടെ അച്ഛൻ. എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോവാൻ പറഞ്ഞല്ലോ അവളോട്. അപ്പോ അവൾക്ക് സൂര്യയോട് സ്നേഹം, ടാലിയോട് മമത. ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ എല്ലാം നഷ്ടപ്പെടില്ലേ? ഇവിടുത്തെ സുഖ സൗകര്യങ്ങളും എല്ലാം. അതുകൊണ്ടാ അവൾ ഇപ്പോഴും ഇവിടെ കിടക്കുന്നത്. സ്വന്തം മക്കൾ കുറ്റവാളികളാണെന്ന് അറിയുമ്പോ ഏത് അമ്മയും അഹങ്കാരത്തിന്റെ പടിയിൽ നിന്ന് ഒന്ന് ഇറങ്ങും. അതിനുപോലും തനിക്കാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം തന്റെ മനസ്സിൽ അല്പം പോലും മനുഷ്യത്വം ഇല്ലെന്നാ. ഇല്ല, എന്റെ മനസ്സിലും മനുഷ്യത്വം ഇല്ല. കഴിഞ്ഞല്ലോ എല്ലാവരുടെയും വിഷു ആഘോഷം. പത്മ, ഇത്രയും നേരം സൂര്യയുടെ മനസ്സിലുള്ള വാശി എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തന്റെ ഈ സംസാരം കേട്ടതിന് ശേഷം ഞാൻ തീരുമാനിച്ചു, അവരിവിടെ വിഷു ആഘോഷിക്കും. ആ ആഘോഷത്തിനിടയില് താനും മക്കളും ഒതുങ്ങിപ്പോയാൽ പോലും എനിക്കൊന്നുമില്ല. സുദേവനും മക്കളും പേടിച്ചൊതുങ്ങുമായിരിക്കും. പക്ഷെ അവരോട് ഞാൻ പറയും, നിങ്ങളുടെ അഹങ്കാരത്തിന്റെ നെറുകയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഈ വിഷു ആഘോഷിക്കാം. കാണിച്ചു തരാൻ ഞാൻ. നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നത്. നമ്മൾ കാരണം ഈ കുടുംബത്തിന്റെ വിഷു ഇല്ലാതായി. സൂര്യ സാർ എത്ര നിർബന്ധിച്ചാലും നമ്മളിവിടെ നിൽക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ പറയല്ലേ സുദേവ. സൂര്യ സാറിനെ കുറിച്ച് നിന്റെ മോള് പറയുന്ന കേട്ടില്ലേ? ഇതേവരെ അവളുടെ നാവിന്ന് അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? ഇത്രയും കാലം നമ്മൾ ആഗ്രഹിച്ചല്ലേടാ അവൾ അവളുടെ ഭർത്താവിനെ സ്നേഹിച്ച് സന്തോഷത്തോടെ കഴിയണമെന്ന്. അതല്ലേ ഇവളുടെ നാവിന്നിപ്പ എല്ലാരും കേട്ടത്. കാര്യമൊക്കെ ശരിയാമ്മേ. പക്ഷേ
ചവറ്റൂട്ടേ കിടക്കേണ്ടത് ചവറ്റൂട്ടേ തന്നെ കിടക്കണം. നമുക്ക് പോവാം അമ്മേ. മുത്തശ്ശി, അച്ഛാ, എന്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവരോടും ഞാൻ മാപ്പി വയ്ക്കുക. വേണ്ട മോനെ, മോൻ ഞങ്ങൾക്കെതിരെ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ലല്ലോ. പക്ഷേ അവര് ചെയ്തു കൂട്ടുന്നതിനൊക്കെ ഞാനും കൂടെ ഉത്തരവാദിയായ കാര്യങ്ങളല്ലേ. മറ്റുള്ളവരെ തോൽപ്പിക്കാന്നല്ലാതെ അവരെ മനസ്സിലാക്കാൻ എന്റെ കുടുംബം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പിച്ചു, കാർത്തു, സോറി മക്കളെ. ഐ എം റിയലി സോറി. സാർ എന്തേ കാണിക്കുന്നേ? അവരോട് സാറ് ക്ഷമ പറയൊന്നും വേണ്ട. ഞാൻ പലതവണ പറഞ്ഞതല്ലേ സർ, ഇവര് പൊയ്ക്കോട്ടെ എന്ന്. ഇപ്പോഴെങ്കിലും ഒന്ന് സമ്മതിക്കണം. ഇവര് പോയി കഴിയുമ്പോ പത്മ മേഡവും ബാക്കിയുള്ളവരും മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിക്കെങ്കിലും ചെയ്യും. ഇല്ല നന്ദിനി, ഇപ്പൊ ഇവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയാ അത് അവരുടെ ജയമായിരിക്കും, എന്റെ തോൽവിയും. നമ്മൾ ഈ വിഷു ആഘോഷിക്കും. നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ആഘോഷിക്കും. ഇനി എന്താഘോഷം സർ? എന്തിനു വേണ്ടിയാ? ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞില്ലേ, താന്നിയൊരമ്മയുടെ മുൻപിൽ നിന്ന് അങ്ങനെ ഒരു നിമിത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ആപത്തിനുള്ള സൂചനയാണെന്ന്. ഒന്ന് നിർത്തുന്നുണ്ടോ താൻ? അത് താന്നീർമ കാണിച്ചെന്ന നിമിത്തമൊന്നുമല്ല, എന്റെ വീട്ടുകാരുടെ ക്രൂരത വെളി വന്നതാ. അതിനു മുമ്പിൽ തോറ്റു കൊടുക്കണമെന്നാ ഞാൻ പറയുന്നത്. ഇല്ല സർ, ഇനി ഇവരിവിടെ നിൽക്കില്ല. നിൽക്കണം. പത്മയെ വെല്ലുവിളിച്ചിട്ടാ ഞാനിപ്പോ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഇവിടെ നടന്ന സംഭവങ്ങളുടെ പേരിൽ നിങ്ങൾ ഇറങ്ങുമെന്നുള്ള വിശ്വാസത്തിൽ ഇപ്പോഴും അവരൊക്കെ നിൽക്കുന്നത്. സാർ, സുദേവ, എന്റെ കുടുംബം നിങ്ങളോട് ചെയ്ത് തെറ്റാ. പക്ഷെ അവർക്കുള്ള മറുപടി അവരുടെ മുമ്പിൽ നമ്മൾ ഈ വിഷു ആഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ്. മറിച്ചൊരു അഭിപ്രായം നിങ്ങൾ ആരും പറയണ്ട. വേണ്ട സർ, ഞങ്ങൾക്ക് മടുത്തു. ഏട്ടൻ ഞങ്ങളുടെ കൂടെ കളിക്കുകയും ഡ്രസ്സ് എടുത്ത് തരികയൊക്കെ ചെയ്തപ്പോ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതികളായ കുട്ടികളാ ഞങ്ങളെന്നാ കരുതിയത്. പക്ഷെ അവർക്കതൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെ അച്ഛൻ തരുന്ന സൗകര്യങ്ങളില് ഞങ്ങൾ ജീവിച്ചു പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് മതി സർ. മോളൊന്നും മിണ്ടാതിരിക്കേ. തോറ്റു കൊടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ നിങ്ങൾ തോറ്റുകൊടുത്ത അത് അവരുടെ മുമ്പില് നന്ദിനിയുടെ തോൽവിയാണ്. എനിക്ക് ജയിക്കണം സർ. നന്ദിനി, കുറച്ചു മുമ്പേ താൻ എല്ലാവരുടെയും മുഖത്ത് നോക്കി പറഞ്ഞില്ലേ എന്നെ താൻ സ്നേഹിക്കുന്നുണ്ടെന്ന്.